ഈ പുഴ ഒഴുകുന്നത് ഇവിടെ നേരത്തെ നമ്മോട് സംസാരിച്ച ഒരു പ്രദേശവാസി പറഞ്ഞത് ഇതിന് രണ്ടിരട്ടി, അതായത് നേരത്തെ എന്താണോ ഈ പുഴയുടെ സ്ഥാനത്തുണ്ടായിരുന്നത് അതിന് രണ്ടിരട്ടി വലിപ്പത്തിൽ വിസ്തൃതിയിലാണ് ഇപ്പോൾ ഇത് ഒഴുകുന്നത്. ഇവിടെ കാണുന്ന ഈ കൂറ്റൻ പാറക്കഷ്ണങ്ങൾ ഒരുപക്ഷെ ഈ യന്ത്രങ്ങൾ കൊണ്ട്, അതായത് ഈ മണ്ണുമാന്തി അടക്കമുള്ള യന്ത്രങ്ങൾ കൊണ്ട് എടുത്തു മാറ്റാൻ കഴിയാത്തത്ര വലിപ്പമുള്ള ഈ പുഴയുടെ പ്രത്യേകത പറയുന്നത് ഇത്തരത്തിലുള്ള പാറക്കഷ്ണങ്ങളൊന്നും ഒരു ഘട്ടത്തിലും ഈ പുഴയിൽ അവർ കണ്ടിട്ടില്ല, പ്രദേശവാസികൾ കണ്ടിട്ടില്ല. ചെറിയ പുഴയായിരുന്നു ഇത്. ഇത്തരത്തിലുള്ള ഈ പടുകൂറ്റൻ പാറക്കഷ്ണങ്ങളാണ് ഈ ഉരുൾപൊട്ടലിൽ പൊട്ടിയൊലിച്ച് ഇവിടേക്ക് വന്നത് എന്നത് തന്നെ അതിന്റെ ഈ ആഘാതം, അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നത് വ്യക്തമാക്കുന്നതാണ്. ഇത്രയധികം വലിയ പാറക്കഷ്ണങ്ങളാണ് ഒഴുകി വന്നത്. നമുക്ക് ഇതിന്റെ നേരെ പിൻവശം കാണുന്ന ഒരു ഭാഗമുണ്ട്. അത് ചാലിയാറിന്റെ പ്രഭവ കേന്ദ്രമാണ്. മുണ്ടക്കൈക്ക് സമീപമുള്ള പുഞ്ചിരിക്കണ്ടം, അവിടെ നിന്ന് ആണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. അവിടെ നിന്നാണ് ഇത്രയധികം ദൂരം ഇത് പൊട്ടിയൊലിച്ച് ഇത്ര പടുകൂറ്റൻ പാറക്കഷ്ണങ്ങൾ ഉൾപ്പെടെ ഒലിച്ച് ഈ ഒരു ഗ്രാമത്തിലേക്ക് പാഞ്ഞ് വന്നത്. അതിന്റെ ഒരു രൗദ്രത മുഴുവൻ ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോൾ മഴ മാറി നിൽക്കുമെങ്കിൽ പോലും ഈ പുഴയുടെ ഒഴുക്ക്, അതിന്റെ ശക്തി കൂടുകയാണ്. വെള്ളം ആ രീതിയിൽ പൊങ്ങി വരുന്നത് മാത്രമാണ്. പക്ഷേ ശക്തമായി തന്നെ പുഴ ഒഴുകുന്നു. പുഴ ഒഴുകുന്ന വഴിയുണ്ട്, ഏത് പുഴയ്ക്കും ഒഴുകുന്ന ഒരു വഴിയുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഉരുൾപൊട്ടലിന്റെ ഭാഗമായി ഉണ്ടായത് ഈ പുഴ പല വഴി ഒഴുകുകയാണ്. ഇവിടെ തന്നെ രണ്ട് സ്ഥലത്ത് നിന്ന് ഒഴുകിയാണ് പുഴ ഒരു ഭാഗത്ത് ചേരുന്നത്. ഇതിന്റെ എതിർവശത്ത് ഈ അട്ടമലയിലേക്ക് മറ്റും പോകുന്ന ഭാഗമുണ്ട്. അവിടേക്ക് ആ ഭാഗം, അതായത് ഇവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പിന്നിൽ കാണുന്ന തേയില തോട്ടങ്ങളുണ്ട്. ആ തേയിലത്തോട്ടങ്ങൾക്ക് പിൻവശം അവിടെ നോക്കുമ്പോൾ അവിടെയും ഈ പുഴ രണ്ട് വശത്തായി ഒഴുകുകയാണ്. അവിടേക്ക് ഇപ്പോൾ പോകാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. കുറച്ചു ദൂരം നടന്ന് പോകേണ്ട മേഖലയാണ്. അവിടെ രണ്ട് ഭാഗത്തേക്ക് പുഴ മാറിപ്പോകുന്നു. ഈ തേയിലത്തോട്ടങ്ങൾക്ക് മുൻവശം, അതായത് തേയിലത്തോട്ടങ്ങൾക്ക് ഇവിടെ ഒരു മൈതാനം പോലെ കാണുന്ന ഭാഗമുണ്ട്. ഇതും തേയിലത്തോട്ടങ്ങളാണ്. ഈ മണ്ണ് വന്ന് അടിഞ്ഞ്, ഈ ഉരുൾപൊട്ടലിൽ മണ്ണ് വന്ന് അടിഞ്ഞ് അത് മൂടിപ്പോയ ഭാഗമാണ്. കുറെ തേയില ചെടികളുടെ വേരും മറ്റും നമുക്ക് ഇവിടെ കാണാം. ഇതിനടിയിൽ തേയില ചെടികളുണ്ട്. അത്രയധികം മണ്ണ് ഇവിടെ മൂടിക്കിടക്കുകയാണ്. ഈ ഭാഗത്തു നിന്നും വെള്ളം ഒഴുകുന്നുണ്ട്. ഈ ഭാഗത്ത് ഇവിടുത്തെ നാട്ടുകാരുടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ എല്ലാം ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു. ഇവിടുത്തെ ഈ അട്ടമലയും അതുപോലെ തന്നെ മുണ്ടക്കൈയും ഉൾപ്പെടെയുള്ള ചുരുൾപ്പാറയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ, ചുരുൾമലയും ഉൾപ്പെടെ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ആരാധ്യാലയമായിരുന്നു ഈ കാണുന്ന ഈ ആലിന് അടുത്തുണ്ടായിരുന്ന ഒരു അമ്പലം. അവിടെ ഇപ്പോൾ ആ അമ്പലത്തിന്റെ തറ മാത്രമായി ചുരുങ്ങിപ്പോയിരിക്കുന്നു. ബാക്കിയെല്ലാം വെള്ളമെടുത്ത് പോയിരിക്കുന്നു. അങ്ങനെ ഒരു പ്രദേശത്തിന്റെ ഒരു അടയാളപ്പെടുത്തലുകളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ആ അടയാളപ്പെടുത്തലുകൾ പൂർണ്ണമായി ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു ദുരന്തമാണ് ഇവിടെ ഉണ്ടായത്. ഈ പുഴയുടെ മറുകരയിൽ ഉള്ള വീടുകൾ, ആ വീടുകളുടെ എത്ര ശക്തിയിലാണ്, എത്ര ഉയരത്തിലാണ് ഇത് ഈ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിലുണ്ടായെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ നമുക്കിവിടെ നിന്ന് ലഭ്യമാകും. അതായത് ആ വീടുകൾ ഒരു 2 നില ആ ഭാഗത്ത് ഇപ്പോൾ മുകളിൽ ഓടും താഴെ കോൺക്രീറ്റുമായുള്ള ഒരു വീട് ഇവിടെ കാണാം. അതിന്റെ രണ്ടാമത്തെ നില, അതായത് ആ കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തേക്ക്, രണ്ടാമത്തെ ആ ഓടിട്ട ഭാഗത്തിന്റെ ഏകദേശം അവിടം വരെ വെള്ളം ഇരച്ചു കയറി എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ 1-ാം നില പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഒരു വാട്ടർ ടാങ്ക് തൊട്ടടുത്ത ആ ഒരു കെട്ടിടത്തിൽ ഒരു വാട്ടർ ടാങ്ക്, മുകളിൽ വെച്ച് വാട്ടർ ടാങ്ക് മറിഞ്ഞ് വീഴാറായി നിൽക്കുന്നു. അവിടെ തന്നെ ആ ഓടുമെല്ലാം ഇളകി മാറിയ കാഴ്ച കാണാം. തൊട്ടപ്പുറത്ത് ഒരു വീടിന്റെ റൂഫ് പ്രത്യേകം ചെയ്ത ആ റൂഫ് പൊളിഞ്ഞ് താഴേക്ക് വന്നിരിക്കുന്നു. അതായത് ആ ഉയരത്തിൽ വരെ വെള്ളം ആഞ്ഞ് കയറി, അല്ലെങ്കിൽ പാഞ്ഞു കയറി എന്ന് പറയേണ്ടി വരും. മറ്റൊരിടത്ത് നമുക്ക് കാണുന്നത് ഒരു വീടിന്റെ മുകളിലേക്ക് ഒരു തെങ്ങ് അപ്പാടെ പിഴുത് തെങ്ങ് അതിലേക്ക് വീണ് കിടക്കുന്ന കാഴ്ചയുണ്ട്. അതിൽ കുറച്ചുകൂടി വ്യക്തമായ ദൃശ്യങ്ങളിലേക്ക് അരുൺ പാലോട് അവിടേക്ക് പോകും. വളരെ കൃത്യമായി ഒരു തെങ്ങ് മൂടോടെ പിഴുത് ആരോ എടുത്തു വച്ചതുപോലെ ആ വീടിന് മുകളിലേക്ക് വീണിരിക്കുന്നു. തൊട്ടപ്പുറത്തുള്ള വീടുകളുടെ അവസ്ഥയും സമാനമാണ്. അവിടെയൊക്കെ ഉള്ള ആളുകളുടെ അവസ്ഥ സ്വാഭാവികമായും
ചിന്തിക്കാൻ കഴിയാത്തതാണ്. ആ ഭാഗത്തെ പുഴ യഥാർത്ഥത്തിൽ ഈ റോഡിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. ഇവിടെ KSRTC ബസ് വന്നുപോകുന്ന സ്ഥലമായിരുന്നു. KSRTC ബസ് നൈറ്റ് ബസ് മേപ്പാടി ബസ് സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. ആ ബസ് ഇപ്പോഴും അവിടെയുണ്ട്. ഈ ഇതിന് കുറച്ചപ്പുറത്ത് ആ ബസ്സുണ്ട്. അവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. അങ്ങനെ നിരവധി സ്ഥാപനങ്ങളുള്ള ഒരു മേഖല, ഒരു വലിയ ചുറ്റളവിലുള്ള ജനം ആശ്രയിച്ചിരുന്ന അവർക്ക് എല്ലാമായിരുന്ന ഒരു പ്രദേശമാണ് ഈ ഒരു പ്രകൃതി ക്ഷോഭത്തിൽ, പ്രകൃതി ദുരന്തത്തിൽ ഒന്നുമല്ലാതെ ആയി മാറിയിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു അസ്ഥി കൂടം മാത്രമായി മാറിയിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ശവപ്പറമ്പായി മാറിയിരിക്കുന്നു. ഈ വളരെ മനോഹരമായ ഈ നാട് നമ്മൾ ഇവിടെ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഈ മേപ്പാടിയും 900 കണ്ടിയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ മേഖല. ഇവിടെ നിന്ന് അധികം ദൂരം അവിടേക്കില്ല. അതിമനോഹരമായ പ്രദേശമാണ്. ഇപ്പോഴും ഈ പ്രദേശത്ത് മഞ്ഞിറങ്ങി എന്തിനാണോ സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നത് അതെല്ലാം അതിമനോഹരമായി തന്നെ നൽകുന്ന ഒരു പ്രദേശം. പക്ഷേ ആ മനോഹാരിതയ്ക്ക് പിന്നിൽ ഇത്ര വലിയൊരു അപകടം പതിയിരുന്നുവെന്ന് ആരും അറിഞ്ഞില്ല. നമ്മോട് നേരത്തെ സംസാരിച്ച ഒരു പ്രദേശവാസി നാട്ടുകാരൻ പറഞ്ഞത് നേരത്തെയും ചെറിയ കുരുക്കങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 84-ൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായതാണ്. പക്ഷേ അതിനൊക്കെ ശേഷം വളരെ സമാധാനത്തോടുകൂടി ജീവിച്ചു വന്ന ഒരു മേഖല അതാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുന്നത്. ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ദുരന്തമായി ഇത് മാറുന്നു. കണക്കുകൾ കൃത്യമായി ഇനിയും വരേണ്ടതുണ്ട്. കണക്കുകൾ എടുക്കേണ്ട ആളുകൾ ആ കണക്കുകൾ ശേഖരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. സർക്കാർ കേന്ദ്രങ്ങൾക്ക് തന്നെ അതിന് ബുദ്ധിമുട്ടുണ്ട്. എവിടെയൊക്കെ ആളുകൾ ഇനിയും കുടുങ്ങിക്കിടപ്പുണ്ട്, എവിടെയൊക്കെ സഹായത്തിന് വേണ്ടി ആളുകൾ നിലവിളിക്കുന്നുണ്ട്, അവർ കാത്തിരിക്കുന്നുണ്ട്, അവിടേക്കൊക്കെ നമ്മുടെ രക്ഷാ സൈനികർ, സുരക്ഷാ ദൌത്യവുമായി പോകുന്ന സാധാരണക്കാർ, സന്നദ്ധ പ്രവർത്തകർ ഒക്കെ എത്രയും വേഗം എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം. സജിത്ത്, യെസ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അരുണ്, എത്ര വലിയൊരു ദുരന്തമായിരുന്നു അതെന്നത് വ്യക്തമാകുന്നുണ്ട്. അരുണിലേക്ക് വരുന്ന മുമ്പ് ചില ദൃശ്യങ്ങൾ കൂടി കാണാം. ഇതാ CV ആനന്ദബോസ്, പശ്ചിമ ബംഗാൾ ഗവർണർ, അദ്ദേഹം ഈ സ്ഥലത്ത് സന്ദർശിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എത്തുന്നു എന്നതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അദ്ദേഹവും ഉദ്യോഗസ്ഥരുമൊക്കെ ആ ദുരന്ത മേഖലകളിൽ കണ്ട് അവിടുത്തെ ദുരന്ത സാഹചര്യങ്ങളാണ്. ബംഗാൾ സർക്കാരിൻ്റെ കൂടി പിന്തുണ കേരളത്തിൽ ലഭ്യമാകുമോ, അത്തരം പ്രഖ്യാപനം നടത്താൻ അദ്ദേഹത്തിന് കഴിയുമോ, അതുകൂടി പ്രധാനപ്പെട്ടതായി മാറുകയാണ്. എന്തായാലും അരുൺ സൂചിപ്പിച്ചു ആ ദുരന്തം. നമ്മൾ അരുൺ ഇപ്പോൾ നിൽക്കുന്ന മേഖലയുടെ ദൃശ്യം, ആകാശ ദൃശ്യം മുമ്പ് പലവട്ടം കണ്ടതാണ്. ഒരുപക്ഷെ ഇന്നത്തെ ദിവസം ദിനപത്രങ്ങളുടെ ഒരു മുൻ പേജുകളിൽ ഇടം പിടിച്ച സ്ഥലത്താണ് അരുൺ നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആ പുഴ രണ്ടായി ഒഴുകിയ ഇടം, അതിൻ്റെ ഇടയിൽ പെട്ടുപോയ കുറച്ച് വീടുകൾ, അതാണ് ഒരുപക്ഷെ വളരെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ചില വീടുകൾ മാത്രമാണ്. നമുക്ക് അരുണെ, ആ വീട്ടിലുള്ളവർ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവരവിടെ ഉണ്ടോ അതോ അവർ മറ്റെന്തെങ്കിലും മേഖലകളിലേക്ക് മാറിപ്പോയോ? എന്താണ് അരുണ അവസ്ഥ? ഈ വീട്ടിലൊന്നും ഇപ്പോൾ ആരും താമസിക്കുന്നില്ല. എല്ലാവരെയും പല മേഖലകളിലേക്ക് മാറ്റിക്കഴിഞ്ഞു, പലയിടങ്ങളിലേക്ക് മാറ്റിക്കഴിഞ്ഞു. സഹിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2 തരത്തിലാണ് ഈ ദുരന്തം ആളുകളെ ബാധിച്ചത്. ഒന്ന്, ജീവൻ നഷ്ടപ്പെട്ടത്, സ്വത്ത് നഷ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് അങ്ങനെയുള്ള ആളുകൾ ഒരു ഭാഗത്തുണ്ട്. അത് ഈ ഇവിടെയുള്ള ആളുകളാണ് കൂടുതലായും അതുള്ളത്. എന്നാൽ അട്ടമലയിലെയും അതുപോലെ തന്നെ അതുമായി അടുത്ത സ്ഥലങ്ങളിലേക്ക് ആളുകൾക്ക് അവർക്ക് ഈ പുറം ലോകവുമായുള്ള ബന്ധമാണ് ഇതിലൂടെ നഷ്ടപ്പെട്ടത്. വലിയ ശക്തമായ മഴയും ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായതോടുകൂടി റോഡ് തകർന്നു, പാലം തകർന്നു, അവരുടെ വീട്ടിൽ വൈദ്യുതി ബന്ധമില്ലാതായി, കുടിവെള്ളം ഇല്ലാതായി. പലപ്പോഴും നമുക്ക് അവിടെ പോകുമ്പോൾ കാണും വീടുകളിലൊക്കെ ആളുകൾ ഒഴിഞ്ഞ അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിൽ ആളുകൾക്ക് പൂർണ്ണമായും അത്തരത്തിലുള്ള ബന്ധങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു. ഇവിടെ ആകട്ടെ, ചുരുൾപ്പാറയിലാകട്ടെ ആ തരത്തിൽ മാത്രമല്ല, അവർക്ക് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഒരു രാത്രി കൊണ്ട് അവരുടെ ഇത്രയും നാളത്തെ ജീവിതം മറ്റൊരു തലത്തിലേക്ക് നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടു. ഇന്ന് രാവിലെ ഒരാൾ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, അവർ സ്ഥിരം ബന്ധപ്പെടുന്ന ആളുകളുണ്ട്, അവരെയൊന്നും കഴിഞ്ഞ 2 ദിവസമായിട്ട് ഫോണിൽ പോലും കിട്ടുന്നില്ല. അവർ ജീവനോടെയുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ, അവർ എവിടെയാണെന്ന വലിയ ആധിയുണ്ട്. മിസ്സിംഗ് എന്നൊരു കണക്ക് എല്ലാ ദുരന്തങ്ങളിലും ഉണ്ടാകും. അത് ഇവിടെയും അത്തരത്തിലുണ്ടാകുമെന്ന് തന്നെയാണ് ഈ ഏറ്റവും ദുഃഖകരമായ വസ്തുത. ഈ മിസ്സിംഗ് ആളുകൾ, അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പിന്നീട് ആർക്കും അറിയാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അത്തരത്തിൽ ഈ മിസ്സിംഗ് പട്ടികയിൽ പെട്ടുന്ന നിരവധി ആളുകൾ ഇനിയുമുണ്ട്. ഇപ്പോൾ വരുന്ന മരണക്കണക്കുകൾക്ക് അപ്പുറത്തേക്ക് എത്രയോ ആളുകളെ കാണാതായിരിക്കുന്നു. ഒരുപക്ഷെ അത് ആരെന്ന് കൃത്യമായി അറിയാത്ത ആളുകൾ തന്നെയുണ്ട്. തോട്ടം തൊഴിലാളികളുണ്ട്, ലയങ്ങളിൽ താമസിക്കുന്ന ആളുകളുണ്ട്, ഇതര സംസ്ഥാന തൊഴിലാളികൾ വലിയൊരു
കൂട്ടം നമ്മൾ നേരത്തെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത് കണ്ടതാണ്. ഈ തേയില തുണ്ടാൻ പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ നിരവധി പേരുണ്ട്. പലതരത്തിൽ ചപ്പാത്തി വിറ്റ് ജീവിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ നമ്മൾ നേരത്തെ ഈ കൂട്ടത്തിൽ കണ്ടു. അങ്ങനെ പലതരത്തിലുള്ള ജീവിത മാർഗങ്ങൾ തേടുന്ന ആളുകൾ, സാധാരണക്കാരായ ആളുകൾ ജീവിക്കുന്ന ഒരു മേഖല. അവിടെയാണ് ദുരന്തം ഇത്രയധികം നഷ്ടങ്ങൾ വിതച്ചത്, ഇത്രയധികം ഭീതി വിതച്ചത്. ഇപ്പോഴും ഈ പുഴയുടെ കാര്യം സഹിതം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം. ഈ പുഴ ഒഴുകി വരുന്ന വഴിയിൽ നിന്ന് എത്രത്തോളം മാറി ഒഴുകുന്നു എന്നുള്ളത് തന്നെ. അതായത് ഏതാണ്ട് ഒരു 200-300 മീറ്റർ വീതിയിൽ പലയിടത്തായി, ചിലയിടത്ത് പുഴ ശക്തമായി ഒഴുകി വരുന്നു, മറ്റു ചിലയിടങ്ങളിൽ വലിയ പാറക്കഷ്ണങ്ങളും ചെറിയ പാറ കല്ലുകളുമൊക്കെ കൂടിക്കിടക്കുന്നു. അതൊരു പക്ഷേ ഒരു മൈതാനത്ത് ഇത്തരം കല്ലുകൾ ഇട്ട് നികത്തിയതുപോലെ ഒരു കോറി പോലെയൊക്കെ നമുക്ക് ഇവിടെ തോന്നിപ്പിക്കും. ഒരു കരിങ്കൽ കോറിയിൽ എങ്ങനെയാണോ പാറക്കഷ്ണങ്ങൾ കിടക്കുന്നത്, എങ്ങനെയാണോ പൊട്ടിച്ച പാറച്ചീളുകൾ കിടക്കുന്നത്, അങ്ങനെ ഒരു ഭാഗം അതിന് തൊട്ട് അപ്പുറത്ത് പുഴ ഒഴുകുന്നു. ഇത് കഴിഞ്ഞാൽ വീണ്ടും വശത്തോടുകൂടി അതേ പുഴ വേറൊരു വഴി ഒഴുകുന്നു. അങ്ങനെ പല വഴികളിലൂടെ ഈ പുഴയുടെ സഞ്ചാരഗതി തന്നെ മാറ്റിയിരിക്കുന്നു. ഈ പ്രകൃതി ക്ഷോഭം, പ്രകൃതി ദുരന്തം ഇത് ഇവിടെ മാത്രമല്ല, ഇതിന്റെ മറുവശത്തും അതാണ് അവസ്ഥ. അങ്ങനെ ഒരു പുഴ വഴിമാറി ഒഴുകുന്നു, ജീവിതങ്ങൾ വഴിമുട്ടുന്നു, എത്രയോ ജീവിതങ്ങൾ നഷ്ടമാകുന്നു. കുടുംബങ്ങൾ ഇന്നലെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ആംബുലൻസ് ഡ്രൈവർ ഞങ്ങോട്ടൊരു കഥ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത്, ഇവിടെ തന്നെയുള്ള സുഹൃത്ത്, കുടുംബത്തിലെ അദ്ദേഹം ഗൾഫിലെ വിദേശത്തായിരുന്നു. പക്ഷേ കുടുംബത്തിൽ 5 പേരെയും ഈ ദുരന്തത്തിൽ കാണാതായിരിക്കുന്നു. അങ്ങനെ അനാഥയായി മാറിയ എത്രയോ ആളുകൾ ഇതിലുണ്ട്. ഒരു കുടുംബം ഒന്നാകെ ഒലിച്ചുപോയവരുണ്ട്. അതിലൊന്നും 2 ആളുകൾ ഭാഗ്യം കൊണ്ട്, പല കാരണങ്ങൾ കൊണ്ട് ശേഷിച്ചവരുണ്ട്. ഒരു സ്കൂളാണ് ഈ പുഴയുടെ അങ്ങേക്കരയിൽ ഉള്ളത്. അതിന്റെ ചില ഭാഗങ്ങൾ പൂർണ്ണമായും വെള്ളമെടുത്തുപോയി. ഈ കൂറ്റൻ പാറക്കല്ലുകൾ ഇടിച്ച് തകർന്നുപോയി. മറ്റു ഭാഗം ഇപ്പോഴുമുണ്ട്. ഒരു വലിയ സ്കൂളാണ്. അതിനൊരു മൈതാനമുണ്ടായിരുന്നു. ആ മൈതാനം ഇന്ന് കാണാനില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു. അത് പുഴ കൈയേറിയിരിക്കുന്നു. അത് ഈ കൂറ്റൻ പാറക്കഷ്ണങ്ങളും ചീളുകളും കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ എന്തെല്ലാം നഷ്ടമാണ്. മനുഷ്യർ മാത്രമല്ല, നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതും നമ്മൾ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നതുമായ എത്രയോ മിണ്ടാപ്രാണികൾ പലതും ഇവിടെ അറിഞ്ഞു നടക്കുന്നു. അവരെ ഇത്രനാൾ പോറ്റി വളർത്തിയ ആളുകളെ കാണാനില്ലാതെ, അല്ലെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ അവർ വീട് വിട്ട് പോയിരിക്കാം. അങ്ങനെയുള്ള എത്രയോ മിണ്ടാപ്രാണികളുടെ അവസ്ഥ ഇതുമായി ചേർത്ത് വായിക്കണം. മനുഷ്യജീവന് വില കൊടുക്കുമ്പോൾ തന്നെ ഇത്തരം ചില കാഴ്ചകൾ കൂടി നമുക്കിവിടെ കണ്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഏതായാലും ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാനാകുമെന്ന് കരുതുന്നു. പാലത്തിന്റെ ചില ഭാഗങ്ങൾ ഇതിനകം അക്കരെ, അതായത് നമ്മൾ നിൽക്കുന്നതിന്റെ എതിർവശത്ത് പുഴയ്ക്കപ്പുറത്ത് ഘടിപ്പിച്ചു കഴിഞ്ഞു. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഇനി ബംഗളൂരുവിൽ നിന്നും ഒക്കെ ഇന്ന് ഉച്ചയോടുകൂടി എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. അതോടുകൂടി നാളെ ഉച്ചയോടെയെങ്കിലും പാലം പൂർത്തിയാക്കാനാകുമെന്ന പ്രതീക്ഷ ഉയരുന്നുണ്ട്. ആ പാലം വളരെ പ്രധാനമാണ്. ആ പാലം വളരെ നിർണായകമാണ്. ഈ രക്ഷാദൌത്യത്തിൽ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മുടെ ഒരാൾ സംസാരിച്ചു, ഈ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ട ഒരാൾ സംസാരിച്ചു പോയത് ഓഫ് റോഡ് ഓടിക്കാൻ കഴിയുന്ന ചില വാഹനങ്ങൾ ഇവിടേക്ക് എത്തിക്കാൻ കഴിയുന്നുവെങ്കിൽ കുറച്ചുകൂടി രക്ഷാപ്രവർത്തനം എളുപ്പമായേനെ. നമ്മൾ നേരത്തെ കണ്ടതാണ്, ഒരു കസേരയിൽ ഇരുത്തിക്കൊണ്ട് ഒരു വൃദ്ധയായ സ്ത്രീയെ, ഒരു അമ്മയെ ആളുകൾ ചുമന്നുകൊണ്ടുവരുന്നത്, സ്ട്രെച്ചറിൽ കിലോമീറ്ററുകൾ ചുമന്ന് മറ്റൊരു രോഗിയെ കൊണ്ടുവരുന്ന സൈനികർ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ പാലം വന്നാൽ ഒരുപക്ഷെ ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലാകും. കൂടുതൽ പേർക്ക് ജീവിതത്തിലേക്ക് പുതിയ പ്രതീക്ഷകൾ വരും. ഈ വെള്ളത്തിന്റെ ഒരു ഒഴുക്ക് നമുക്ക് ഇപ്പോൾ കാണാം. ഇവിടെ അഴിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണും കല്ലുമൊക്കെ കോരി മാറ്റുകയാണ്. വലിയ അളവിൽ മാറ്റുമ്പോഴും അത് കോരി ഈ പാലത്തിന്റെ ഭാഗമായുള്ള വശത്ത് നിക്ഷേപിക്കുകയാണ്. പക്ഷേ ശക്തമായ ഒഴുക്കുണ്ട്. അത് മറികടന്ന് വേണം ഇതെല്ലാം ചെയ്യാൻ. ഒരു താൽക്കാലിക പാലം തൊട്ടപ്പുറത്ത് ഇന്നലെ നിർമ്മിച്ചതുണ്ട്. അത് തടിയിലും കവുങ്ങിലും ഒക്കെ കൊണ്ടൊരു പാലം. അവിടെ വലിയ ഒഴുക്കിനെ അതിജീവിച്ച് ആ പാലത്തെ കൂടി സംരക്ഷിച്ചുകൊണ്ടാണ് സൈനികർ അവിടെ നിൽക്കുന്നത്. ആ സൈനികരുടെ